ദൈവത്തെ അറിഞ്ഞിട്ടില്ല എന്നറിയാം. ഇത് തന്നെ അർത്ഥം. ഇതെല്ലാത്തിലും പറ്റുന്നുണ്ട്. അതുകൊണ്ട് ഈ പ്രവാചകന്മാരൊന്നും ഞാൻ ചോദിക്കുന്ന ചോദ്യം ഇതാ, സംസ്കാരവും ദൈവങ്ങളും തമ്മിൽ ബന്ധമുണ്ടെങ്കിൽ പ്രവാചകന്മാരൊന്നും ഒരു പാട്ടുപാടിയവരല്ല, ഒരു ഭാഷ സംസാരിച്ചവരല്ല, ഒരു വേഷവിധാനം അണിഞ്ഞവരല്ല, ഒരു ഭക്ഷണം കഴിച്ചവരല്ല, ഒരു ആചാരമര്യാദയിൽ ജീവിച്ചവരല്ല, ഒരു മര്യാദ പ്രകാരം ഒരു മുറപ്രകാരം കല്യാണം ഈ വിവാഹ ആചാരങ്ങളൊന്നും പാലിച്ചവരല്ല. അവരൊക്കെ ഒരേ ആത്മീയ ധാരയുടെ ഭാഗമാണ്. അതാണ് ഈ സ്പിരിച്വാലിറ്റി. അത് പല ദേശങ്ങളിൽ പല കാലങ്ങളിൽ പലരും പല പേരിട്ട് വിളിച്ചു. ഇന്ത്യയിൽ വന്നവനെ ഹിന്ദു എന്ന് വിളിച്ചു. ഇത്രയേ ഉള്ളൂ. ഇതിനെ കാണേണ്ടതിന് പകരമാണ് ഈ അപകടങ്ങളൊക്കെ ഉണ്ടാക്കുന്നത്. അതിൻ്റെ നമ്മുടെ പ്രാഥമികമായ പാഠം അപ്പം എന്താ? സംസ്കാരങ്ങൾ ദേശങ്ങളുടേതാണ്. എങ്ങനെയാണ് വെസ്റ്റേൺ സംസ്കാരം? ഒന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങൾ. ഈ എങ്ങനെയാണ് പടിഞ്ഞാറൻ സംസ്കാരം, ഇപ്പോൾ യൂറോപ്പിൻ്റെ സംസ്കാരം, അമേരിക്കയുടെ സംസ്കാരം, ഇന്ത്യയുടെ സംസ്കാരം, ആഫ്രിക്കയുടെ സംസ്കാരം ഒന്നാവോ? ഇല്ല, ആവില്ല. ദേശങ്ങളുടേതാണ് സംസ്കാരം, മതങ്ങളുടേതാണ്. എന്നാൽ അവിടെയൊക്കെ ഇപ്പോൾ ധാർമ്മിക മൂല്യങ്ങൾ, അത് ഹിന്ദു ധർമ്മമായാലും ക്രിസ്ത്യാനിറ്റിയുടെ ധർമ്മചിന്തയായാലും, അയൽക്കാരൻ എല്ലായിടത്തും അയൽക്കാരനാണ്. അയൽക്കാരനെ നിന്നെപ്പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കുക. ത്യാഗം എന്ന് പറയുന്നത് എല്ലായിടത്തും ഒന്നാണ്. സത്യം എല്ലായിടത്തും ഒന്നാണ്. ധർമ്മം എല്ലായിടത്തും ഒന്നാണ്. ഇതിൻ്റെ പേരാണല്ലോ മതം എന്ന് പറയുന്നത്. ധാർമ്മിക മൂല്യങ്ങളാണ്. അപ്പോൾ ഈ അബദ്ധമാണ് പറ്റുന്നത്. അതുകൊണ്ട് സത്യത്തിൽ ഭൂമിയിലെ പ്രകൃതിയുടെ താളത്തെ മനുഷ്യൻ്റെ ധാർമ്മികതയിലേക്ക് സന്നിവേശിപ്പിച്ച ഒരു ചിന്താധാരയുടെ പേരാണ് നമ്മൾ ഈ മതം എന്ന് വിളിക്കേണ്ടത്. അങ്ങനെ വരുമ്പോഴാണ് സംഗീതം, ഇപ്പോൾ ആലോചിച്ച് നോക്കൂ, എങ്ങനെയാണ് ഇവർ ശരിയാവുക? ബംഗ്ലാദേശിൽ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.